ടേസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് തിരക്കായി പോയി കേട്ടോ. ജനുവരി കുറച്ച് തിക്കും തിരക്കുള്ളൊരു മാസമാണ്. അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകി പോയത്. ഈ വീഡിയോ തന്നെ ഞാനിപ്പോൾ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും ഇനി കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് പിറ്റേ ദിവസം അവധിയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഹസ്ബൻഡ് ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരോട് വരുന്ന നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ടീക്കടയും അതുപോലെ തന്നെ മധുര വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു, ഒരു ജ്യൂസൊക്കെ കുടിച്ച് പതുക്കെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ പിറ്റേ ദിവസം അവധിയാണെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് തോന്നും. കാരണം നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, എൻ്റെ സൗണ്ട് നന്നായി പോയിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഈ മഞ്ഞ് മാസമൊക്കെ സൗണ്ട് പെട്ടെന്ന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈവനിങ്ങിൽ നമുക്ക് തിരുവാതിരയുടെ സമയമൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ തിരുവാതിരയുടെ സമയമാണ്. വടക്കുനാഥൻ നമുക്ക് തൃശ്ശൂർ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ വടക്കുനാഥൻ്റെ അവിടെ ആതിരോത്സവം എന്ന പേരിൽ തിരുവാതിര ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ടീമിൻ്റെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരം നേരെ നമ്മൾ പോയത് കുളിച്ച് ഫ്രഷായിട്ട് വടക്കുനാഥൻ്റെ അവിടെയുള്ള ആതിരോത്സവം കാണാനായിട്ടാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ പന്തലിൽ ഒരു തിരുവാതിര നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, പൂരപ്പറമ്പിലും വടക്കുനാഥൻ്റെ അവിടെയും അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ എത്തുമ്പോഴേ പ്രത്യേക ഒരു ഫീല് കിട്ടും കേട്ടോ. കാരണം ഈവനിങ്ങിലൊക്കെ ഒന്ന് പോയിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ പോയി. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വന്നിട്ട് ഇപ്പം നമ്മൾ പറയില്ലേ, കുടമാറ്റമൊക്കെ നടക്കുന്ന സ്ഥലം പൂരം കണ്ടിരിക്കുന്നവർക്ക് അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ കറക്റ്റാ നടയുടെ ഫ്രണ്ടിലാണ് ഇരുന്ന് നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം വെറുതെ ഇരുന്നു. ഇനി പൂരത്തിൻ്റെ സമയത്ത് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വലിയ പൂക്കളമൊക്കെ ഇടുന്നത് അത് ഈ ഒരു സ്ഥലത്താണ്. സായാഹ്ന കൂട്ടായ്മ എല്ലാവരും കൂടെ കൂടിയിട്ട് പൂക്കളമൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചധികം നേരം ഇരുന്നു. അപ്പോൾ സ്കൂളിലുള്ള ടീച്ചറിനെയും ഫാമിലീനെയും കണ്ടു. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കുറേ പേരിങ്ങനെ ഈവനിങ്ങിൽ നടക്കാൻ വരുന്നവരുണ്ടാവും, കുറച്ച് പേര് ജോലിയുടെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വരുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് വൈകിട്ട് ഇന്ന് കംപ്ലീറ്റ് പുറത്തുനിന്നാന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ കുറേ നാളെ മക്കൾ പറയുന്നതാണ് കേട്ടോ, മന്തി കഴിക്കാൻ പോകണമെന്ന്. ആക്ച്വലി മന്തി ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ വല്ല ഫങ്ഷന് പോകുമ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഹോട്ടലിൽ പോയി മന്തിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഉണ്ടായിരുന്നത് ജനുവരി മാസത്തിൻ്റെ തിരക്കുകളെ കുറിച്ചാണല്ലോ. അപ്പോൾ തറവാട്ടിൽ പെരുന്നാൾ ജനുവരിയിലാണ്, നമ്മുടെ വീട്ടിൽ പെരുന്നാൾ ജനുവരിയിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ പോയത് തറവാട്ടിലേക്കാണ്. ഇരിങ്ങാലക്കുടയാണ് ഞങ്ങളുടെ തറവാട്. ഇരിങ്ങാലക്കുടത്തെ പെരുന്നാൾ പിണ്ടിപ്പെരുന്നാൾ എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത ഫീലാട്ടോ. കാരണം ഒരു 2-3 ദിവസം അടുപ്പിച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കണ പെരുന്നാൾ മിസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ദൂരെ നിന്നുള്ള ആൾക്കാർ കാണാൻ വരുന്ന ഈ പെരുന്നാൾ നമുക്ക് നമ്മുടെ പെരുന്നാളായി മാറുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് 2-3 ദിവസം മുമ്പേ നമ്മൾ 2-3 ദിവസമല്ല, മാസങ്ങൾക്ക് മുമ്പേ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ മനസ്സുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം പൂരത്തിനായാലും പെരുന്നാളിനായാലും ഒക്കെ പോയാൽ എല്ലായിടത്തും ചുറ്റി നടക്കുക, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുക, മൈലാഞ്ചി ഇടുക, അതൊക്കെ ഒരു രസമല്ലേ. അതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ മാത്രമുള്ള ഒരു സന്തോഷമാണ്. അപ്പം ഞങ്ങൾ മക്കൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് ഇട്ടാൽ കൊള്ളാമെന്നൊക്കെ തോന്നിയത്. പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് പാത്രമൊക്കെ കഴിയുമ്പോൾ കയ്യിൽ നിന്ന് മൈലാഞ്ചിയൊക്കെ പോയി. പക്ഷെ മക്കളങ്ങനെയല്ല കേട്ടോ, അവരത് സൂക്ഷിച്ച് വെച്ചു. ഇത് നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ വീടാണേ. ഇന്നസെൻറ്റിൻ്റെ വീട് പാർപ്പിടം. നമ്മുടെ തറവാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രധാനമായിട്ട് പെരുന്നാൾ സീസണിൽ നമ്മൾ കൂടുതലായിട്ട്
അപ്പോൾ ആ ഒരു ഏരിയ പള്ളിയുടെ അടുത്ത് പോകുമ്പോൾ ഇന്നസെൻ്റെ വീട് സാധാരണ ഞാൻ കാണിക്കാറുണ്ട്. പണ്ട് ഇവിടെ ഫ്രണ്ടിൽ കസേരയിട്ട് ഇന്നസെൻ്റ് ഇരിക്കാറുണ്ട്. ഇപ്പം ആൾ പോയതിന് ശേഷമുള്ള രണ്ടാമത്തെ പെരുന്നാളാണ്. കഴിഞ്ഞ വർഷം അവിടെ വലായ്മയായിരുന്നു, ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക, ഭക്ഷണവും കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ കഴിച്ച് പെരുന്നാളെന്ന് പറഞ്ഞിരുന്നാൽ പിറ്റേ ദിവസം ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തി. പിറ്റേ ദിവസം രാവിലെ ഇന്ന് ജോലിക്ക് പോകണം. അപ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആകെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ഒന്ന് ക്ലീനാക്കി ഇട്ടാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആകെ ഒരു ഹരിബറി തോന്നില്ല, അലങ്കോലമായിട്ട് കിടക്കണ പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ മൊത്തത്തിൽ വീട് അടുക്കി പറക്കി വെച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ഫ്രീ തോന്നാനായിട്ട്, കാരണം പോയിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇന്ന് രാവിലെ വിചാരിക്കുന്നത് പുട്ടും ചെറുപയറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചെറുപയർ പുട്ടും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ കൂടെ പപ്പടം വേണം, അത് മസ്റ്റാണ്. അപ്പോൾ അത് മൂന്നും കൂടി കഴിക്കുമ്പോൾ, പുട്ടും കടലയും കഴിക്കുമ്പോൾ അതിൻ്റെ രസം വേറെയാണ്. പിന്നെ ഇപ്പം പുട്ടും ബീഫും പുട്ടും മത്തിയും അങ്ങനെ പല പല ടേസ്റ്റുകൾ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ടേസ്റ്റുകളാണ്. വീട്ടിൽ മമ്മി ഉണ്ടാക്കി തന്നിട്ടാണ് ഇത് കൂടുതൽ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്റ്റീമിൽ ഉണ്ടാക്കുന്നതാണ് പുട്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറുപയറാകുമ്പോൾ കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ പപ്പടമൊക്കെ ആകുമ്പോൾ അവർ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ ചില ദിവസം രാവിലെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവർ കഴിക്കാതെ പോകുമ്പോൾ ശരിക്കും സങ്കടം വരും. കാരണം കുറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേണ്ടാന്ന് വെക്കുമ്പോഴേ സത്യത്തിൽ നമുക്ക് പണി എളുപ്പം രാവിലെ എഴുന്നേറ്റ് ചോറും കറി ഉണ്ടാക്കി ഓടി പോവാം. പക്ഷേ നമുക്ക് നമ്മുടെ പണി എളുപ്പത്തേക്കാളും മക്കൾ കഴിച്ച് കാണാനൊരു സന്തോഷമാണല്ലോ. അപ്പോൾ തന്നെ പകുതി എന്താ പറയുക, മനസ്സിൻ്റെ പ്രയാസം കുറയും. അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ന് ചെറുപയർ വെള്ളത്തിലിട്ടാലും കുറച്ചൊന്നെടുത്ത് മുളപ്പിക്കാൻ വെക്കുക, അതൊരു ശീലമാണ്. അപ്പം അങ്ങനെ വെച്ചാൽ മാത്രമാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ. സാലഡിലൊക്കെ പുഴുങ്ങി കഴിക്കാം, പക്ഷേ എനിക്ക് അതിൻ്റെ പച്ചമണം തീരെ പിടിക്കില്ല കേട്ടോ. അപ്പം ഞാനത് നന്നായി ഒന്ന് സ്റ്റീം ചെയ്തിട്ട് തന്നെയാണ് നമ്മളൊന്ന് തോരൻ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, നമ്മുടെ സാധാരണ പോലെ ചോറ് വയ്ക്കലും കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുക. ഞാൻ സാധാരണ വാങ്ങിയ ചെറുമണി അരിയാണ്. അപ്പോൾ ചെറുമണി അരി ആകുമ്പോൾ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലിൽ പിന്നെ അത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ഈ ചോറ് അതിലേക്ക് ഇട്ട് ഊറ്റിയെടുക്കാറാണ് പതിവ്. അല്ലാണ്ട് ചോറിട്ടതിന് ശേഷം ഞാൻ തിളപ്പിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് പോവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചൈന പോട്ടും റൈസ് കുക്കറൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്കെന്തോ റൈസ് കുക്കറിൽ ചോറ് വയ്ക്കുമ്പോഴേ ഒരു പുഴുങ്ങിയെടുക്കണ ടേസ്റ്റ് ഫീൽ ചെയ്യുക. അതായത് ആവിയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോഴേ ഒരു നമ്മൾ പറയില്ലേ, ഒരു നീറി വെന്ത ഒരു രുചി പോലെ ഫീൽ ചെയ്യും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, തീരെ സ്റ്റാർച്ച് പോവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ആ കൊഴുപ്പ് കംപ്ലീറ്റ് നമ്മൾ തന്നെ കഴിക്കണ പോലെ. നിങ്ങൾക്കെൻ്റെ സൗണ്ട് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടോ? എന്താണാവോ? മഞ്ഞ് മാത്രമല്ല, ക്ലാസ് എടുത്ത് തിരിച്ചു വരുമ്പോൾ അടുത്തിടെയായിട്ട് വല്ലാണ്ട് സൗണ്ട് അടയുന്നുണ്ട്. എന്നാൽ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഓക്കെ ആവുന്നുമുണ്ട്. അപ്പോൾ പിന്നെ 2 ദിവസം റെസ്റ്റ് ചെയ്തിട്ട് ഇനി വീഡിയോ ഇടാം എന്ന് വിചാരിച്ചാൽ പിന്നെയും നീണ്ടു പോകും. ശരിയാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. സൗണ്ടൊക്കെ ഇപ്പം ശരിയാവുമെന്ന്. സൗണ്ടൊന്നും ശരിയാവണ കാണാനില്ല. അപ്പോൾ പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ചോറിന് കൊണ്ടുപോകാനായിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി നമ്മൾ പയറ് വാങ്ങി ചൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പിറ്റേ ദിവസത്തേക്കുള്ള ജോലികളിൽ പകുതി കാര്യങ്ങൾ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഞാൻ മുളകും അതുപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത മോഡിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് പയർ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത്, അപ്പോൾ നമ്മൾ ഈ പൾസ് ചെയ്യുന്ന സമയത്ത്
പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ പിന്നെ പയറിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ അത് നടച്ച് വെച്ച് ആവിയിൽ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പയറുപ്പേരി സെറ്റാവും. ആ സമയത്തേക്ക് ഞാൻ നമ്മുടെ ചെറുപയർ പുട്ടിലേക്കുള്ള ചെറുപയറൊന്ന് ചെറിയൊരു ചാറ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് അന്ന് കാണിക്കാതിരുന്നത്. പിന്നെ മാങ്ങാക്കറി ഞാൻ തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് ഒരു മാങ്ങ എടുത്തിട്ടാണ് മാങ്ങാക്കറി വെച്ചത്. ഇല്ലാത്ത സമയത്ത് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം മാങ്ങാക്കറിയും പയറുപ്പേരിയും നമ്മുടെ കറികൾ സെറ്റാണ്. പിന്നെ രാവിലത്തേക്കുള്ള പുട്ട് മാത്രം ഒന്ന് റെഡിയാക്കി എടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ചൂടോടെ പുട്ട് കുത്തിയിടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതെടുത്ത് തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ടോ ആവും, എനിക്കറിയാനില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചെറുപയർ കറിയും പപ്പടവും ചേർത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കട്ടെ. ഇനി ജോലിക്ക് പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.